ദൈവങ്ങളുടെ വിയറ്റ്നാം. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ജനങ്ങൾ ദൈവവിശ്വാസിയായിരിക്കുക എന്നത് മുമ്പൊക്കെ ഒരു നടുക്കമുണ്ടാക്കുന്ന വാർത്തയായിരുന്നല്ലോ. അങ്ങനെയായിരിക്കുമ്പോൾ പോലും ആരാധനാലയങ്ങൾ തോറും നടന്നു പ്രാർത്ഥിക്കാനോ പൊതുസ്ഥലങ്ങളിൽ വിശ്വാസപ്രകടനം കാട്ടാനോ അവരാരും മുതിരാറില്ല. അത് വ്യക്തിപരമായ ഒന്നായി വീട്ടിലോ സ്വകാര്യ ഇടങ്ങളിലോ ഒതുക്കി നിർത്തും. വിയറ്റ്നാമീസിന്റെ സ്വകാര്യ ജീവിതത്തിലും ഒരിക്കൽ ഞാനത് കണ്ടതിൽ നിന്നാണ് ഇനി പറയാൻ പോകുന്ന കഥ ആരംഭിക്കുന്നത്. ഒരു വീട്ടിൽ സ്ത്രീകൾ ബുദ്ധപ്രതിമ വച്ച് ആരാധന നടത്തുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അല്പം കുടവയറുള്ള ബുദ്ധനാണ്. ചൈനീസ് ഹാപ്പി ബുദ്ധനാണ്. അരികൊണ്ടുണ്ടാക്കിയ പട്ടച്ചാരായം ഗ്ലാസിൽ പകർന്ന് ബുദ്ധന് മുന്നിൽ വെച്ചുകൊണ്ടാണ് പൂജ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചുകൊണ്ട് 3 പതിറ്റാണ്ടുകാലം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര നായകനായി പടനയിച്ച വിയറ്റ്നാം ഇതിഹാസമായ ഹോച്ചിമിന്റെ ഭൗതിക ശരീരം അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും എംബാം ചെയ്തു സൂക്ഷിച്ചിരിക്കുന്നതിനെ വികാരവായ്പോടെ കാണുന്നവരാണ് വിയറ്റ്നാം ജനത എന്ന് ഓർക്കണം. അതായത് പുതുതലമുറയിലും സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണ് പുലരുന്നത്. വിപ്ലവത്തെയും മനുഷ്യാധ്വാനത്തെയും കൂലിവ്യവസ്ഥയെയും സമത്വത്തെയും ഒക്കെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഒരു ബിംബം പൂജിക്കപ്പെടുന്നു. വീടുകളിൽ ചില സ്ത്രീകൾ ചെയ്യുന്നതിന് രാജ്യത്തിന്റെ പൊതുവികാരമായി സാമാന്യവൽക്കരിക്കുകയല്ല. അങ്ങനെ മനസ്സിലാക്കുന്നത് അവിവേകമാണെന്ന് അറിയായികയല്ല. അങ്കിൾ ഹോയിയുടെ വിയറ്റ്നാമിനെ പറ്റിയുള്ള സങ്കല്പങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരുന്ന ഒന്നിനെ കണ്ടുമുട്ടേണ്ടി വന്നതിനെ മനസ്സ് രാഷ്ട്രീയപരമായി നേരിട്ടപ്പോൾ ഉള്ളിലുണർന്ന വികാരം കുറിച്ചതാണ്. സ്വതവേയുള്ള ആന്തരിക ചോദനയാൽ ഞാൻ ബുദ്ധദൈവങ്ങളെ പറ്റിയുള്ള അന്വേഷണം തുടങ്ങി. ഒരുപാട് രസകരമായ കാര്യങ്ങളാണതെന്നെ കാണിച്ചു തന്നത്. ഇന്ത്യയുടെ എക്കാലത്തെയും ആത്മീയ ഗുരുവായ ശ്രീബുദ്ധൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരു വലിയ വിശ്വാസ സമൂഹത്തെ സ്വാധീനിച്ച് അജയ്യത സൃഷ്ടിച്ച അദ്വൈതാചാര്യനാണ്. സിംഹാസനം വിട്ടൊഴിഞ്ഞും സാമ്രാജ്യം വെടിഞ്ഞും ജീവിതത്തിന്റെ അകംപൊരുൾ തേടി യാത്രയായ ഈ രാജാവ് എത്തിച്ചേർന്ന ദേശങ്ങളിലെല്ലാം ഗൗരവതരമായ ആത്മീയ ചിന്തകൾക്ക് വിഹാരങ്ങൾ പണിതു. ആ ബുദ്ധൻ എങ്ങനെയാണ് കുടവയറുള്ള ഹാപ്പി ബുദ്ധനായി ചൈനയുടെ ഏതോ ഫാക്ടറിയിൽ പുനരവതരിച്ച് വിയറ്റ്നാമിൽ ദൈവപരിവേഷമണിഞ്ഞത്? ആലോചിക്കും തോറും അതിൽ ചൈനീസ് ബിസിനസ് കൗശലമല്ലാതെ മറ്റൊന്നും കണ്ടെത്താനായില്ല. ഇതുപോലുള്ള നിർമ്മിതികൾ വിൽക്കുന്ന കടകളിൽ പിന്നീട് ബുദ്ധന്റെ പല രൂപങ്ങൾ കണ്ടു. കവിൾവീർത്തും കഴുത്തുകുറുകിയും ചെവി ചെറുതും കൈമസില് തടിച്ചും. കാരിക്കേച്ചർ സ്റ്റൈലിൽ കണ്ട ഒരു ബുദ്ധൻ കൂട്ടത്തിലേറെ ശ്രദ്ധ കവർന്നു. അതും ചൈനീസ് നിർമ്മിതി തന്നെ. തായ്ലാന്റിൽ നിന്നുള്ള ബുദ്ധനെയും അവിടെ കണ്ടു. മുഖം നിറയെ ചിരിയുമായി ലോകത്തെ സ്വാഗതം ചെയ്യുന്ന ശ്രീബുദ്ധൻ. ഇറക്കുമതി ചെയ്യുന്നതല്ലാതെ വിയറ്റ്നാമിന്റെ സ്വന്തം നിർമ്മിതിയുണ്ടോ എന്ന അന്വേഷണം കൊണ്ടെത്തിച്ചത് സുന്ദരരൂപിയായ ബുദ്ധന്മാരുടെ മുമ്പിലാണ്. വിയറ്റ്നാം കലാകാരന്മാർ എല്ലാറ്റിനെയും സുന്ദരമായി കാണാൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രതിഫലനം അതിൽ വഴിയുന്നു. പക്ഷേ അതും ശ്രീബുദ്ധന്റെ യഥാർത്ഥ പ്രതിരൂപമല്ല. ലോകത്തിന്റെ ആത്മീയ മനസ്സിലൊരു ബുദ്ധനുണ്ട്. കണ്ണുകൾ അടച്ച് ധ്യാനനിരതനായി ചമ്രം പടിഞ്ഞിരിക്കുന്ന ബുദ്ധൻ. ആ വിശ്വപ്രതീകത്തെ അതേപടി അനുഭവിക്കാൻ ഉതകുന്ന ഒരു സൃഷ്ടിക്ക് ഒരു ബൗദ്ധിക സ്വീകാര്യത ലഭിക്കുമെന്ന് തോന്നി. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ പരിധിയിൽ വരുന്ന ഒന്നിനെപ്പറ്റി പുതുചിന്തയുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വിജയകരമായ പ്രവർത്തന പന്ഥാവിൽ കൊണ്ടുവരാനുള്ള പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്താറുള്ള എന്റെ രീതി ഇവിടെയും അവലംബിച്ചു. ഷോക്കേസിൽ വയ്ക്കുന്ന അല്ലെങ്കിൽ മേശമേൽ വയ്ക്കുന്ന ചുവരിൽ കൊളുത്തിയിടുന്ന സാധാരണ ആർട്ടിക്കിളിന്റെ രീതിയിലാണ് വിൽപ്പനശാലകളിലൊക്കെയും ബുദ്ധപ്രതിമകൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഒരാൾക്ക് സ്വകാര്യ ഇടമെന്ന് തോന്നുന്ന എവിടെയും യഥേഷ്ടം വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ പ്രതിമയെ ഒരു പീഠത്തിലിരുത്തിക്കൊണ്ടുള്ള ഡിസൈൻ കൂടുതൽ സ്വീകാര്യത ലഭിക്കുമെന്ന് തോന്നി. ആ നിരീക്ഷണം യൂണിറ്റിലുള്ള ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടേഴ്സും ശരിവച്ചു. അന്നൊക്കെയും 90കളുടെ മധ്യത്തിലാണ്. വിയറ്റ്നാം വീടുകളിൽ ദൈവബിംബങ്ങളും ഗിഫ്റ്റ് ആർട്ടിക്കിൾസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നില്ല. കാഴ്ചയ്ക്ക് കൗതുകമുണർത്തുന്ന പല ഗൃഹാലങ്കാര വസ്തുക്കളെയും പോലൊന്ന്. നീണ്ട മുടിയിൽ ഒരു ചെറു സ്റ്റിക്ക് കുറുകെ വെച്ച് കെട്ടുന്ന ഡ്രാഗണും ഗൗതമ ബുദ്ധനുമൊക്കെ അത്രയേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. ഓരോ വീട്ടിലെയും അന്തേവാസികളുടെ മനോഭാവം അനുസരിച്ച് അവയ്ക്കൽപ്പം ദൈവിക പരിവേഷം ചാർത്തി കിട്ടിയിരുന്നുവെന്ന് മാത്രം. 90കൾക്കൊടുവിലാണ് കൗതുക കാഴ്ചകൾക്കപ്പുറം
ദൈവബിംബങ്ങൾ ആത്മീയ തലം കൈവരിച്ചത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ പലതരം ബുദ്ധബിംബങ്ങളിലൂടെ ബൗദ്ധിക സ്വീകാര്യത നേടിയ ധ്യാനനിരതനായ ബുദ്ധന്റെ പ്രതിമ എന്ന ആശയവുമായി യൂണിറ്റ് തുടങ്ങിയത് ഇക്കാലത്താണ്. മുമ്പ് പറഞ്ഞ പ്രകാരം പീഠത്തിലിരിക്കുന്ന രീതിയിലായിരുന്നു നിർമ്മിതി. മുമ്പെങ്ങും ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഈ രീതിക്ക് ഉദ്ദേശിച്ചതിനേക്കാൾ ഭേദപ്പെട്ട വരവേൽപ്പാണ് ലഭിച്ചത്. 2000 ആണ്ടോടെ ഉൽപ്പാദനം ഇരട്ടിയാക്കേണ്ട വിധം വിൽപ്പന തകൃതിയായി. പിന്നീട് കണ്ടത് ഒരു ആത്മീയ വിപ്ലവം തന്നെയാണ്. ഈ ദശകം പകുതി പിന്നിട്ടപ്പോഴേക്കും ദൈവരൂപങ്ങൾ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് സെൻട്രൽ ഹാളിലേക്ക് പ്രവേശിക്കുകയും സ്റ്റെയർ കേസിനടിയിൽ വൈദ്യുത ദീപാലങ്കാരത്തോടെ സ്വന്തം ഇടം നേടുകയും ചെയ്തു. സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും ഇത്തരം പ്രതിമകൾ കടന്നുകയറിയെന്ന് പറഞ്ഞാൽ വിപ്ലവം പൂർത്തിയായി. ഇതിനിടെ രസകരമായ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ TV സീരിയലുകൾ വിയറ്റ്നാമിൽ കിട്ടാൻ തുടങ്ങിയതോടെ അതിന്റെ സ്ത്രീ പ്രേക്ഷകർക്കിടയിൽ പുതിയ ദൈവകൗതുകങ്ങൾ വളർന്നു. സീരിയലിലെ കഥാപാത്രങ്ങൾക്കൊപ്പം മഹാലക്ഷ്മി, സരസ്വതി, പാർവതി തുടങ്ങിയ ഇന്ത്യൻ പുരാണേതിഹാസങ്ങളിലെ ദൈവിക പരിവേഷം സിദ്ധിച്ച കഥാപാത്രങ്ങളെയും പ്രേക്ഷകർക്ക് സുപരിചിതമായതാണ് ഇതിന് കാരണം. സീരിയലിൽ കാണിക്കുന്ന വീടുകളുടെയും ഓഫീസുകളുടെയും ചുവരിൽ ചില്ലിട്ട ചിത്രങ്ങളായും ശില്പങ്ങളായുമാണ് ഭാരതീയ സങ്കല്പങ്ങളിലെ ഈ സ്ത്രീ ദൈവങ്ങൾ കാഴ്ചക്കാരിൽ നിറഞ്ഞത്. ഒരു ഇന്ത്യൻ TV സീരിയലിൽ ആർട്ട് പ്രോപ്പർട്ടിയായി ഉപയോഗിച്ച ചിത്രങ്ങൾ മറ്റൊരു രാജ്യത്തെ സ്ത്രീ പ്രേക്ഷകരുടെ നിത്യകാഴ്ചയിൽ തങ്ങളുടെയും ആരാധനാമൂർത്തികളായി പരിണമിച്ച അത്ഭുതം ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും. കൃത്രിമത്വം നിറഞ്ഞ ജീവിത സന്ദർഭങ്ങൾ കുത്തിനിറച്ച ഒരു TV സീരിയലിൽ ബൗദ്ധിക തലത്തിൽ വിലമതിക്കപ്പെടാത്തതുപോലെ ഒന്നായി ആർട്ട് പ്രോപ്പർട്ടിയിൽ നിന്നുദിച്ച ഈ ദൈവപൂജയെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ഔദ്യോഗിക തലത്തിൽ കാണാനിടയുള്ളൂ എന്നൊരു സന്ദേഹവും അപ്പോഴും എനിക്കുണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ ഭാഷ സംസാരിക്കുന്ന TV സീരിയൽ വിയറ്റ്നാം പോലൊരു രാജ്യത്ത് സംപ്രേഷണം ചെയ്യപ്പെട്ടതിന്റെ സാങ്കത്യം അന്വേഷിച്ചപ്പോഴാണ് എന്റർടൈൻമെന്റിനപ്പുറം ഇതിലൊരു രാഷ്ട്രീയ നയമുണ്ടെന്നറിയുന്നത്. ചേരിചേരാ നയം കൊണ്ട് ലോകത്തിന്റെ ഉന്നത ശ്രദ്ധ നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിയറ്റ്നാമിന്റെ പോരാട്ട വീര്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് കൊൽക്കത്തയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. വിയറ്റ്നാമിനെ ആർക്കും തൊടാൻ പറ്റില്ല എന്ന ഇന്ദിരയുടെ പ്രഖ്യാപനം 1-ാം പേജിൽ തലക്കെട്ടായി നൽകിക്കൊണ്ടാണ് വിയറ്റ്നാമിലെ പത്രങ്ങൾ ഈ വാർത്തയെ ആഘോഷിച്ചത്. ഈ വാർത്തയുടെ കട്ടിംഗ് ഫ്രെയിം ചെയ്ത് ബാർബർ ഷോപ്പുകൾ മുതൽ കോഫി ഷോപ്പുകൾ വരെ വെച്ചിരുന്നത് അക്കാലത്ത് അവിടെ സർവ്വസാധാരണ കാഴ്ചയായിരുന്നു. ലോകത്തിനു മുമ്പിൽ തങ്ങളെ ഉയർത്തിക്കാട്ടിയ ഇന്ത്യയോടുള്ള കൃതജ്ഞത പ്രകടമാക്കാൻ സർക്കാർ തങ്ങളുടെ രാജ്യത്തെ പല റോഡുകൾക്കും പാർക്കുകൾക്കും ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും പേരു നൽകി. മഹാത്മാഗാന്ധി പാർക്കുകളും ഇന്ദിരാഗാന്ധി റോഡുകളും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാൻ വക തന്നു. വിയറ്റ്നാമിന്റെ സാമൂഹിക ജീവിതത്തിൽ ഇഴുകിച്ചേരാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് ഈ ജനത പ്രദർശിപ്പിച്ച ഇന്ത്യൻ സ്നേഹം ഒരു ഘടകമായിരുന്നു. ഇന്ത്യൻ TV സീരിയലുകൾക്ക് വിയറ്റ്നാമിൽ കിട്ടിയ സ്വീകാര്യതയ്ക്കും ഈ വൈകാരികത കാരണമാകാം. ഏതായാലും ആത്മീയ ഇന്ത്യയെ ഏഷ്യൻ രാജ്യങ്ങളെ അനുഭവിപ്പിച്ച ശ്രീബുദ്ധനും ടെലിവിഷൻ ഒപ്പേറ വിയറ്റ്നാമിൽ സൃഷ്ടിച്ച ഇന്ത്യൻ സ്ത്രീ ദൈവങ്ങളും യൂണിറ്റുകളിൽ ശില്പങ്ങളായി മാറിയത് ആയിരക്കണക്കിനാണ്. കണ്ടെയ്നർ കണക്കിൽ പറഞ്ഞാൽ 40 കണ്ടെയ്നർ. വർഷം ചെല്ലുംതോറും വിയറ്റ്നാമിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സിന്റെ പരിധിയിൽ വരുന്ന പ്രോജക്റ്റുകളൊക്കെയും കണ്ടെത്തി ചെയ്തുകൊണ്ടിരുന്നു. കോക്കനട്ട് പ്രോഡക്ട്സ് ആയിരുന്നു അതിൽ പ്രധാനം. അതിദൈർഘ്യമുള്ള കടൽക്കരയുള്ള ഒരു രാജ്യത്ത് കാണാവുന്ന തെങ്ങുകളുടെ സമൃദ്ധി എന്തെന്ന് പറയേണ്ടതില്ലല്ലോ. മത്സ്യബന്ധനം കൊണ്ടും ചരക്ക് നീക്കം കൊണ്ടും കടൽ പ്രയോജനപ്പെടും പോലെ ആയിത്തീരാൻ കഴിയുന്ന ഒന്നാണ് അതിന്റെ തീരം കനിഞ്ഞരുളുന്ന തെങ്ങിൻ ഫലങ്ങൾ. അതിന്റെ ബൈ പ്രോഡക്റ്റുകൾ കൊണ്ട് വിയറ്റ്നാമിന് വലിയ വ്യവസായം തീർക്കാൻ കഴിയും. 2000 കിലോമീറ്ററിന് മേൽ കടലോരമുള്ള വിയറ്റ്നാമിൽ അതിനുള്ള വിഭവങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അതുവരെ ആ വിധത്തിൽ അതിനെ ഒരു ഏജൻസിയും സമീപിച്ചിട്ടില്ല. ആ അഭാവം ഒരവസരമാക്കാൻ എനിക്ക് അഭിവാഞ്ചയായി. മുളങ്കാടുകൾ പലവിധ ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ വിജയം വരിച്ച അനുഭവം കൂട്ടിനുണ്ട്. ഈ ട്രാക്ക് റെക്കോർഡ് മതിയല്ലോ ഈ കാര്യത്തിലും സർക്കാരിനെ സമീപിക്കാൻ. പിന്നെ അമാന്തിച്ചു നിന്നില്ല. ഇതിനകം പരിചയവൃത്തിയിൽ വന്നുകഴിഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരെ പദ്ധതി ധരിപ്പിക്കുകയും അവരിൽ നിന്നും അധികം വൈകാതെ അതിന്റെ പ്രവർത്തനാനുമതി കൈവരികയും ചെയ്തു.
ഓരോ പൊതുസംരംഭങ്ങളുടെയും പ്രൊജക്ട് റിപ്പോർട്ട് പഠിച്ച് അതിന് അനുമതി തരുമ്പോൾ സർക്കാർ മുഖ്യമായും ലക്ഷ്യമിടുന്നത് ഇതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങളാണ്. അതിനാൽ തന്നെ അവർ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗിക വിളംബരം നടത്തി രാജ്യത്തിന്റെ പൊതുശ്രദ്ധയിൽ കൊണ്ടുവരാറുമുണ്ട്. പബ്ലിസിറ്റി വേണ്ടത് തന്നെയെങ്കിലും അതെന്നെ വല്ലാതെ സമ്മർദ്ദത്തിലാഴ്ത്താറുമുണ്ട്. എന്നിൽ ഭാരമേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വത്തിന്റെ കഠിന സമ്മർദ്ദം. തുടങ്ങുന്ന ഓരോ ബിസിനസ്സും വിജയപഥത്തിലെത്തിക്കാൻ കൊടിയ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന, ഉറക്കമൊഴിയുന്ന, ആഹാരക്രമം തെറ്റുന്ന, നിലയ്ക്കാത്ത യാത്രയിൽ ആരോഗ്യം മോശമാകുന്ന ഒരു ജീവിതം ഇതിന് പിന്നിലുണ്ടെന്ന് എത്ര പേർ അറിയുന്നുവെന്ന് ചിലപ്പോഴെങ്കിലും ഒരു മന്ദഹാസത്തോടെ ആത്മഗതം ചെയ്തു പോകാറുണ്ടെന്ന കാര്യം മറച്ചുവെക്കുന്നില്ല. മറുവശത്ത് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽദാതാവെന്ന നിലയിലുള്ള വളർച്ചയും അതിന് കിട്ടുന്ന ആദരവും ഒരു സാധാരണ മനുഷ്യനെപ്പോലെ ആസ്വദിക്കാറുണ്ടെന്നതും മറച്ചുപിടിക്കുന്നില്ല. കോക്കനട്ട് പ്രോഡക്റ്റിനെ പറ്റിയാണല്ലോ പറഞ്ഞു വന്നത്. കോട്ടേജ് ഇൻഡസ്ട്രിയുടെ മേഖലയിൽ റോ മെറ്റീരിയലിന്റെ ലഭ്യത കണ്ടെത്തി ആവുന്നത്ര വൈവിധ്യവൽക്കരണം നടത്തുമ്പോഴും ഇതുവരെ ഫുഡ് പ്രോഡക്റ്റുകളിലേക്ക് എത്തപ്പെട്ടിരുന്നില്ല. ഇവിടെ അത് സംഭവിക്കുകയാണ്. മറ്റൊന്നിന്റെയും ഉപഭോഗം പോലെയല്ല മനുഷ്യൻ ആഹാരം. അത് വസ്ത്രവും പാർപ്പിടവും പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ നിത്യജീവിതത്തിൽ ആവശ്യമായ ഒന്നാണ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഏതൊന്നും മനുഷ്യൻ തന്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആഹാരം പക്ഷേ വാങ്ങുന്ന സ്ഥലത്ത് വച്ച് തന്നെ ഉപയോഗിക്കാം. റെസ്റ്റോറൻറ്റിലോ കഫേയിലോ തെരുവോരത്തോ ഒക്കെ വച്ച്. ഇവിടെ മറ്റു പ്രോഡക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഉൽപ്പാദകൻ ഉപഭോക്താവിനെ നേരിൽ കാണുകയാണ്, അഭിപ്രായം കേൾക്കുകയാണ്. ഇവിടെ ഉൽപ്പാദകനും ഉപഭോക്താവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടാനുള്ള സാധ്യതയെ വളർത്തിയെടുക്കുന്നതോടെ ബിസിനസ് സാധാരണ നിലയിൽ നിന്ന് ഉന്നതമായൊരു മാനം കൈക്കൊള്ളും. കോക്കനട്ട് പ്രോഡക്റ്റിന്റെ മാർക്കറ്റിംഗ് ഈ രീതിയിലാണ് വിഭാവനം ചെയ്തത്. പുറത്തുനിന്ന് വിയറ്റ്നാം കാണാനെത്തുന്നവർ നിശ്ചയമായും സന്ദർശിക്കുന്ന ഇടങ്ങളിലൊന്നായ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട് ഹോച്ചിമിൻ സിറ്റിയിൽ. 2 പുഴകൾ ചേർന്നൊരു കുന്നിൻ ചെരിവ്. പ്രധാന റോഡിൽ നിന്ന് ബോട്ട് കയറി വേണം അവിടെ എത്താൻ. സ്വച്ഛന്തമായ ഈ പ്രദേശത്തേക്ക് ബോട്ട് കയറി വരാൻ ടൂറിസ്റ്റുകൾക്ക് വളരെ ഉത്സാഹമാണ്. അനവധി ആളുകൾ നിത്യവും വന്നിറങ്ങുന്ന ഇവിടെ സ്വാഭാവികമായും ഒരു കൊച്ചു ടൗൺഷിപ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ സഞ്ചാരികളെ ആകർഷിക്കുമാറ് വിൽപ്പനയും പ്രദർശനവും ഉപഭോഗവും എന്ന ടാഗ് ലൈനിൽ ഒരു ബസാർ കെട്ടിപ്പടുക്കുക എന്നൊരാശയം മനസ്സിൽ അങ്കുരിച്ചതോടെ ഞാൻ ആവേശഭരിതനായി. ആഗ്രഹിച്ചതുപോലെ ഇവിടെ ഉൽപ്പാദകനും ഉപഭോക്താവും ഈ കുന്നിൻ ചെരുവിൽ 2 പുഴകൾ ഒത്തുചേരും പോലെ സന്ധിക്കുന്നത് ഇത്തിരി കാൽപ്പനിക ഭംഗിയോടെ ഉള്ളാലെ കണ്ടു. ഇതിനെ അതിന്റെ യാഥാർത്ഥ്യവൽക്കരണം വരെ താലോലിച്ച് നടന്നു എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ എനിക്കൊരു ഉന്മാദമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. ബിസിനസ് ആശയങ്ങളിൽ വൈകാരികത കലർത്തി നാം കുറച്ചൊരു ഉന്മാദിയാകുന്നത് നല്ലൊരു അനുഭവമായിരിക്കുമെന്ന് ബാങ്കോക്ക് വിമാനത്താവളത്തിലെ ഒരു കഫേയിൽ പരിചയപ്പെട്ട ഒരു അമേരിക്കൻ സിഇഒ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. കോക്കനട്ട് പ്രോഡക്ട്സിന്റെ ലോഞ്ചിങ് വരെ ഞാൻ അത്തരമൊരു ഉന്മാദാവസ്ഥയിലായിരുന്നു. ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ കോക്കനട്ട് പ്രോഡക്ട്സ് കൊണ്ടുള്ള ലോകം തന്നെ കാഴ്ചവെച്ചുകൊണ്ടുള്ളതായിരുന്നു അത്. കോക്കനട്ട് ക്രാഫ്റ്റ് ബസാർ എന്നെഴുതിയ ഒരു വലിയ സ്വാഗത കമാനം കടന്നുവരുന്ന ആരും തെല്ലൊന്നമ്പരക്കും വിധം വൈവിധ്യമാർന്ന തേങ്ങാ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ ലോകം. കോക്കനട്ട് സ്വീറ്റ്, കോക്കനട്ട് കേക്ക്, കോക്കനട്ട് ഹൽവ, ഷുഗർ കോക്കനട്ട്, കോക്കനട്ട് വാട്ടർ എന്നിങ്ങനെ നീളുന്നൊരു നിര. ചിരട്ട കൊണ്ടുള്ള 250ഓളം കരകൗശല വസ്തുക്കൾ, തെങ്ങിൻ തടിയിൽ പണിത 50-ൽ പരം ഫർണിച്ചർ ഇനങ്ങൾ, ഓലമെടഞ്ഞുണ്ടാക്കിയ 200-ൽ പരം ഐറ്റംസ്. ഇങ്ങനെ തദ്ദേശീയർക്കും വിദേശികൾക്കും ഒരേപോലെ പ്രിയങ്കരമായി തീർന്ന സാധനങ്ങളാൽ കോക്കനട്ട് ക്രാഫ്റ്റ് ബസാർ ഒരു വേറിട്ട കേന്ദ്രമായി ക്രമാനുക്രമമായി വളർന്നു കയറി. ദുബായിലെ തുടക്കകാലത്ത് കരകൗശല വിൽപ്പനശാലയ്ക്ക് മുമ്പിൽ നിന്ന് ടൂറിസ്റ്റുകളെ ആകർഷിച്ചതെങ്ങനെയോ ആ വിദ്യ ബസാറിലെ സെയിൽസ് സ്റ്റാഫിനെ പരിശീലിപ്പിച്ചത് ആ വളർച്ചയ്ക്ക് വേഗത നൽകി. ഇതായിരുന്നു ആ വിദ്യ. ഒരു ഗൈഡ് എങ്ങനെയാണോ ഒരു നാടിന്റെ ചരിത്രവും സംസ്കാരവും കാണേണ്ട സ്ഥലങ്ങളുടെ പ്രാധാന്യവും ടൂറിസ്റ്റുകളോട് വിവരിക്കുന്നത്, അതുപോലെ പ്രോഡക്റ്റുകളെപ്പറ്റി ആത്മാർത്ഥതയോടെയും സുവ്യക്തതയോടെയും വിവരിക്കുക. കോക്കനട്ട് പ്രോഡക്റ്റുകളുടെ പ്രത്യേകതയും മേന്മയും ഇவ்விധം വിവരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വിശ്വാസം പോലെ കേൾവിക്കാരിൽ ചലനങ്ങൾ ഉണർത്തി. ചിലപ്പോഴൊക്കെ ഒരു സെയിൽസ്മാന്റെ റോളിൽ ഞാൻ തന്നെ അത് നിർവഹിച്ചു. സ്വാദിനൊപ്പം ആരോഗ്യവും എന്ന തലക്കെട്ടിൽ ഒരു സിംപോസിയം അവതരിപ്പിക്കുമ്പോഴുള്ള ആ ലെക്ചറിംഗ് കേൾക്കാൻ
ആളുകൾ തടിച്ചുകൂടി. 19-ാം വയസ്സിൽ ദുബായിൽ ഇറാനിയുടെ ഷോപ്പിൽ സെയിൽസ്മാനായിരിക്കെ നിത്യവും ഇങ്ങനെ ആളെ കൂട്ടിയതിന്റെ ഓർമ്മ അന്നേരം ആർദ്രതയോടെ എന്നെ വന്നു പൊതിഞ്ഞു. ഒരു ജീവനക്കാരനായിരിക്കെ എനിക്കതൊരു ഹരമായിരുന്നു. ഇപ്പോൾ സംരംഭകനായിരിക്കെ അതിനുള്ള അവസരം തീരെ കുറയുന്നു. കോക്കനട്ട് ക്രാഫ്റ്റ് ബസാറിൽ ഉൽപാദകനായ ഈ ഉള്ളവനും വിദേശികളായ ഉപഭോക്താക്കളും മുഖാമുഖം നിന്ന ദിവസങ്ങളിലത്രയും ആ ഹരം വീണ്ടും അനുഭവിക്കാനായി. ആഹാരവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നമായതുകൊണ്ടാവാം അതുവരെയുള്ള സംരംഭങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉടനെ ഇതിനൊരു ജനകീയ മുഖം കൈവന്നത്. മറ്റു പ്രോഡക്റ്റുകളൊക്കെ കടൽ കടന്നു പോകുന്നതുകൊണ്ട് ടേൺ ഓവറിന്റെ വ്യാപ്തി വളരെ വലുതാണ്. കോക്കനട്ട് പ്രോഡക്ട്സ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പരിസരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് ആ വ്യാപ്തി പ്രതീക്ഷിക്കരുതല്ലോ. എന്നാൽ ഭാവിയിൽ അതും പ്രതീക്ഷിക്കാമെന്നൊരു സൂചന പകരുന്നൊരു കാഴ്ച കണ്ടു. വിമാനത്താവളത്തിൽ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് മടക്കയാത്രയ്ക്ക് എയർപോർട്ടിലെത്തുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ ലഗേജിന്റെ കൂടെ കോക്കനട്ട് ക്രാഫ്റ്റ് ബസാർ എന്ന് ആലേഖനം ചെയ്ത ക്യാരി ബാഗുകൾ കാണുകയെന്നത് സാർവത്രികമായി. അതിനർത്ഥം കോക്കനട്ട് ക്രാഫ്റ്റ് ബസാർ സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾ തങ്ങളുടെ രാജ്യത്തേക്ക് കോക്കനട്ട് പലഹാരങ്ങൾ കൊണ്ടുപോയി കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സമ്മാനിക്കാൻ ഇഷ്ടപ്പെടുന്നു. രുചിക്കുമ്പോൾ ഉറ്റവരെ ഓർമ്മിക്കുന്നു എന്ന വൈകാരികത വിപണിയിൽ വിപ്ലവമുണ്ടാക്കാൻ പര്യാപ്തമാണെന്ന് തോന്നി. അതോടെ പ്രൊഡക്ഷൻ യൂണിറ്റുകളുടെ എണ്ണം കൂട്ടി, ഉൽപാദനം വർദ്ധിച്ചു, വിപണി വലുതായി, കർമ്മമേഖലയും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് കോക്കനട്ട് ക്രാഫ്റ്റ് പടർന്നതോടെ വിയറ്റ്നാമിന്റെ ലോകമറിയുന്ന ഒരു സംരംഭമായി അതിനെ മാറ്റുന്നതിനെപ്പറ്റി ചിന്തിക്കണമെന്ന ഒരു സർക്കാർ നിർദ്ദേശം എനിക്ക് കിട്ടി. കോക്കനട്ട് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതേക്കുറിച്ച് പരാമർശവും വന്നു. ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരു രാജ്യത്തിന്റെ തന്നെ ഔദ്യോഗിക അംഗീകാരം. ബാംബുവും ബുദ്ധനും കോക്കനട്ടും കടന്ന് വിയറ്റ്നാമിന്റെ അതിർത്തി പിന്നിട്ട് പോവുകയായി പിന്നെ ഞാൻ. നമുക്ക് വേണ്ടി ഭൂമി ഇങ്ങനെ നിവർന്നു കിടക്കുകയാണ്. നാം യാത്ര തുടരുകയേ വേണ്ടൂ. അതിശയങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു.